ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ ചിലത് ചെയ്യണം എന്നിങ്ങനെ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന്, രാത്രിയിൽ നഖം വെട്ടാൻ പാടില്ല, അത്താഴം കഴിഞ്ഞാൽ കുളിക്കാൻ പാടില്ല, രാവിലെ എണീക്കുമ്പോൾ 2 കൈപ്പത്തിയും ചേർത്ത് അത് നോക്കിയ ശേഷം ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കണം, രാവിലെ ക്ഷേത്ര ദർശനം നടത്തി അരയാലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യണം എന്നിങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇക്കാലത്ത് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഇക്കാലത്താണ് ഏറ്റവും അധികം പ്രസക്തി എന്നെനിക്ക് തോന്നിപ്പോകുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ നമ്മുടെക്കാളും കുറച്ചുകൂടി മുതിർന്നവരുടെ ചെറുപ്പകാലത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ രാവിലെ നമ്മളെ അമ്മ വന്ന് വിളിക്കുകയാണ്. അമ്മ വന്ന് വിളിച്ച് ഏക്കുമ്പോഴേ തറയിൽ തൊട്ട് തലയിൽ വെച്ചിട്ടേ ഏക്കാൻ സമ്മതിക്കുള്ളൂ, എന്നിട്ടേ കാല് ചവിട്ടാൻ സമ്മതിക്കുള്ളൂ. പായയിൽ മാത്രമാണ് കിടക്കുന്നതെങ്കിൽ പായിൽ നിന്ന് കാലെടുത്ത് പുറത്തേക്ക് വെക്കുന്നതിന് മുമ്പ് ഭൂമിദേവിയെ തൊട്ട് തൊഴുക എന്നുള്ള ഒരു സങ്കല്പം. അതിനുശേഷം വന്നാൽ പല്ല് തേക്കാതെ പച്ചവെള്ളം തരില്ല. തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിരിക്കണം. അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം അവിടെ ക്ഷേത്രത്തിന് ഇത്ര പ്രദക്ഷിണം വയ്ക്കണം, അരയാലിന് ഇത്ര പ്രദക്ഷിണം വയ്ക്കണം. ഇങ്ങനെ കുറേ വ്യവസ്ഥകൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. നമ്മൾ ആ ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരംഭിച്ചത് കാരണം അമ്മയുടെ ഇത് പഠിപ്പിച്ചത് അമ്മയുടെ അച്ഛനും അമ്മയാണ്. അവിടുന്ന് അപ്പുറേക്ക് പോകുമ്പോൾ അതിനപ്പുറേക്ക് പോകുമ്പോൾ അപ്പോൾ വളരെ പൂർവിക കാലം തൊട്ട് എങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ചിട്ട എന്തൊക്കെ വേണമെന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു വ്യവസ്ഥ പൂർവികരുണ്ടാക്കിയിരുന്നു. അത് ആ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയോട് എനിക്ക് ചോദിക്കാൻ കഴിയില്ല, എന്തിനാ അമ്മേ ഞാനിപ്പോൾ തൊട്ടുതല വയ്ക്കണേ, എന്തിനാണ് ഞാനിന്ന് അമ്പലത്തിൽ പോകുന്നത്, എന്തിനാണ് ഞാൻ ചായ കുടിച്ചിട്ട് പല്ല് തേച്ചാൽ പോരെ എന്നെനിക്ക് ചോദിക്കാൻ പറ്റില്ല. അല്ല, അത് പറ്റില്ല, ഇത് കഴിഞ്ഞേ പാടുള്ളൂ, അങ്ങനെ ചെയ്യാവുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയണത്? അതൊന്നും നീ ഇപ്പോൾ ചോദിക്കണ്ട എന്നേ പറയുള്ളൂ. കാരണം ഇവർക്കും പകർന്ന് കിട്ടിയത് പൂർവ്വകരിൽ നിന്ന് ഇതേ തരത്തിലാണ്. ഇതേ ചെയ്യാൻ പാടുള്ളൂ, ഇതേ ചെയ്യാവൂ, ഇത് ചെയ്യരുത്, ഇങ്ങനെ കാണിക്കാവൂ. രാത്രി നഖം വെട്ടണ കണ്ടാൽ അപ്പം അടി ഉറപ്പാണ്. എന്തായിരിക്കും കാരണം? രാത്രി തലമുടി വെട്ടാറില്ല, തലമുടി പുറത്ത് പോയി വെട്ടാറില്ല, അല്ലെങ്കിൽ തലമുടി വെട്ടിയിട്ട് ഒരു കാരണവശാലും അകത്തേക്ക് കയറാൻ, കുളിക്കാതെ അകത്ത് കയറാൻ പഴയ കാലത്ത് സമ്മതിക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയതിനെ മുഴുവൻ യുക്തിപൂർവമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും അനുസരിക്കും. രാവിലെ പല്ല് തേച്ച് കുളിച്ചിട്ട് ഈ ഭക്ഷണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേര് ഉണ്ടാവും അത്? കാരണം ഏക്കുന്നത് തന്നെ ചിലപ്പോൾ 9 മണിക്കും 10 മണിക്കും 11 മണിക്കും ഏക്കുക, രാത്രി 1 മണിക്കോ 3 മണിക്കോ കിടന്നുറങ്ങുക ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ചിട്ടകൾക്കും വ്യവസ്ഥകൾക്കും യാതൊരു പ്രാധാന്യമില്ലാതായി. ക്ഷേത്രങ്ങളിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ആ സമയത്ത് ഏക്കില്ല. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാ അമ്പലത്തിൽ പോകണം, എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? കാരണം സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ തലമുറയ്ക്കായി. സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇന്നലെ ചെയ്തത് മുഴുവൻ അബദ്ധമാണ്, ഇന്നലെ കാണിച്ചിരുന്നത് മുഴുവൻ അബദ്ധമാണെന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു സ്വഭാവവും ഇന്നത്തെ തലമുറയിലേക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതെന്താ? ഇന്നലെ ചിന്തിച്ചിരുന്നതിൻ്റെ നന്മകളെ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ഇന്നത്തെ രീതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. എന്നാൽ മറ്റു പല ഹിന്ദു സ്വഭാവത്തിലാണ് ഇത്തരത്തിലുണ്ടെങ്കിൽ മറ്റ് ജാതികളിലും അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിവസങ്ങളിലാണ്, ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മുസ്ലിംസാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പോകണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. വ്യവസ്ഥ വളരെ നിർബന്ധമാണ്, ഇത് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതെല്ലാവരും അനുസരിക്കാൻ, അവിടെ ഒരു നിയമം വരുമ്പോൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാകും. പക്ഷേ ഇത് ദിവസവും പോകണം. ഈ രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ 10 മണിക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും പോയാൽ മതി, പക്ഷേ നിർബന്ധമായി പോകണമെന്ന് പറഞ്ഞാൽ പോവില്ല. അപ്പോൾ എന്തിനാ ഞാൻ പോകണം, എന്തിനു ഞാൻ ചെയ്യണം, എന്തിനു ഞാൻ ഭൂമിദേവിയെ തൊട്ട് തൊഴണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിക്കാൻ, അല്ലെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കിയാൻ പൂർവികർക്കോ അല്ലെങ്കിൽ കാരണവന്മാർക്കോ കഴിയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനൊക്കെ ഉള്ള സെൻസ് രാവിലെ നമ്മൾ ഏൽക്കുമ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ തൊട്ടുതലേ വയ്ക്കുമ്പോൾ ഇത് നമ്മൾ ചവിട്ടാൻ പോവുകയാണ്. നമ്മളെ താങ്ങുന്നത്, നമ്മുടെ വെയിറ്റ് താങ്ങുന്നത്, നമുക്ക്
എല്ലാ തരത്തിലുള്ള അവസരങ്ങൾ തരുന്നത് നമ്മുടെ ഈ ഭൂമിയാണ്, നമ്മുടെ ഈ മണ്ണാണ്. നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ചുമക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവസരം തരുന്ന ആ അമ്മയായിട്ട് കണക്കാകുന്ന ആ ഭൂമിയെ നമ്മൾ ആ ഒരു ബഹുമാനത്തോടെ സ്പർശിക്കുമ്പോൾ, ബഹുമാനത്തോടെ ചവിട്ടുമ്പോൾ നമ്മളോട് തീർച്ചയായിട്ടും ആ അമ്മയ്ക്കൊരു വാത്സല്യം ഉണ്ടാവും. നേരെ തിരിച്ച് നമുക്കെല്ലാം തരുന്ന അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി മെതിച്ചല്ലല്ലോ നമുക്ക് പോകേണ്ടത്. അത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൾച്ചറാണ്. അതിനിപ്പുറേക്ക് പോയാൽ ബാക്കിയെല്ലാം പലതും ഹൈജീനാണ്. ക്ഷേത്ര ദർശനം എന്നുള്ളത് മാനസികമായിട്ടുള്ള എന്താ പറയുക ഒരു ഉന്മേഷം, ഒരു എനർജി. കാരണം നമുക്ക് തീർച്ചയായിട്ടും എക്സസൈസുമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്ന പല ഭാഗങ്ങളുണ്ട് ക്ഷേത്രത്തിൽ തന്നെ. ക്ഷേത്ര ദർശനം എന്നുള്ളത് നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന സൗഖ്യമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നുള്ളത് നമ്മുടെ ഒരു മിററാണ്. ആ ക്ഷേത്രത്തിൽ പോയി മനോഹരമായ വിഗ്രഹം കണ്ട് അവിടുത്തെ എനർജിയെ പറ്റി നമുക്ക് മനസ്സിലാവുമ്പോൾ, നമ്മുടെ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും എനർജൈസ് ചെയ്യും. നമ്മൾ ആ ക്ഷേത്രത്തിന് ചുറ്റും നമ്മളൊരു 12 108 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന വ്യായാമം, അതോടൊപ്പം നമ്മൾ അരയാലിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന വൃക്ഷമാണത്. നമ്മൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് കിട്ടുന്ന എനർജി. ഇങ്ങനെ നമ്മളെ ഏതൊക്കെ ചെയ്യാൻ ശീലിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കുറേ സിസ്റ്റംസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാത്രി നഖം വെട്ടരുതെന്ന് പറയാം? നമുക്കറിയാം നമ്മൾ നഖം വെട്ടുമ്പോൾ നഖത്തിൻ്റെ ഒരു കഷ്ണം തെറിച്ച് പോകുന്നത് നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ തന്നെ കഴിയുന്നതില്ല. കാരണം വളരെ ചെറിയ കഷ്ണമാണ്. ഇത് തെറിച്ച് പോയി നമ്മുടെ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് നമ്മുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ഭക്ഷണത്തിലൂടെ അകത്ത് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതൊട്ടും ഹൈജീനല്ല. കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് അടിഞ്ഞുകൂടുന്ന സ്ഥലം എന്നുള്ളത് നഖങ്ങളാണ്. നമുക്ക് എന്താ പറയുക, സ്ഥാപനങ്ങളിലുള്ളിലെ മൈക്രോബയോളജി പരിശോധന നടക്കുന്ന അല്ലെങ്കിൽ സേഫ്റ്റി പരിശോധന നടത്തുന്ന ഏരിയയിലെ അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെ ആദ്യം പരിശോധിക്കുന്നത് അവരുടെ ഫിംഗർ ടിപ്പുകളിലെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻസാണ്. കാരണം ഈ പ്രദേശങ്ങളിൽ നഖത്തിൽ അടിഞ്ഞുകൂടുന്ന സംഭവം തീർച്ചയായിട്ടും മറ്റ് ദൂഷ്യങ്ങളുണ്ടാകാം. അപ്പോൾ ഈ നഖത്തിൽ അടിഞ്ഞുകൂടിയേക്കുന്ന ഒരു പീസ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് ചെന്നാൽ എത്ര പേർക്ക് ദോഷമുണ്ടാവും? ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണിത് പറയുക. അതോടൊപ്പം തന്നെ നമ്മൾ മുടി മുറിച്ചിട്ട് നമ്മൾ കുളിക്കാതെ നമ്മൾ അങ്ങോട്ട് കയറിയാൽ അതിൽ നിന്നും പടർന്ന് അല്ലെങ്കിൽ അവിടെ ഇവിടെയും പറ്റിയിരിക്കുന്നത് തെറിച്ച് പോയാൽ ഒരിക്കലും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് അതിനെ കാണാൻ കഴിയുന്നു വരില്ല. അത് വേറൊരാളുടെ ഭക്ഷണത്തിൽ കൂടെ അത് ഉള്ളിലേക്ക് പോയാൽ ദഹനം പോലും നടക്കാത്ത, സ്വയം ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ടല്ലോ, ഭക്ഷണം സ്വയം ഉള്ളിൽ പോകാം, മറ്റുള്ളവരുടെ ഉള്ളിൽ പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈജീൻ ഫാക്ടേഴ്സ് പഴയ കാലത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പറഞ്ഞ ജീവിതചര്യകളുമായിട്ട് ജീവിതക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഴയ കാലത്തെ പല കർമ്മങ്ങളും പഴയ രീതികളും നമുക്ക് റീഇനീഷ്യേറ്റ് ചെയ്യേണ്ട സമയമാണ്. അന്നാണ് നമ്മൾ പലതും ഇത് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കാൻ വരെ തുടങ്ങിയത്. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നല്ലതിന് വേണ്ടിയാണ്. അതെന്തിനു വേണ്ടിയാണ് എന്ന് സ്വയം ചിന്തിച്ച് സെൻസിബിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതെല്ലാം അബദ്ധമാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് നാളെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായി വരും. അത് എത്ര കണ്ട് പ്രായോഗികമാകും എന്ന് നിശ്ചയമില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.